ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. പ്രേക്ഷകരും ഞാനും ഒക്കെ നമ്മുടെ ടോപ്പ് സിംഗറിലെ പുതിയ റൗണ്ട്സ് ഒക്കെ ഇങ്ങനെ നല്ലോണം എൻജോയ് ചെയ്ത് വരികയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന തന്നെ പ്രതീക്ഷിക്കുന്ന കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാല സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഴപ്പാട്ടുകൾ കേൾക്കാം. നമുക്കൊരു മഴപ്പാട്ടിന്റെ റൗണ്ട് ഉണ്ട് അല്ലേ. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള MS ബാബുരാജ്, ബാബുക്ക ഹിറ്റ്സ് ഉണ്ട്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ മെലഡി ഹിറ്റ്സ് ഉണ്ട്. ഈ 3 റൗണ്ട്സുമായിട്ട് ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡുകൾ ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വാശിയേറിയ മത്സരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അങ്ങനെ ഒരു അടിപൊളി മത്സരം നമ്മൾ കാണാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം അരവിന്ദ് ചേട്ടൻ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. അരവിന്ദ് ചേട്ടാ, നമ്മൾ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ലിറ്റിൽ ഏഞ്ചൽസിനെ ഒക്കെ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അതെ. അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റേജിൽ പരിചയപ്പെടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആളുണ്ട് ഇവിടെ. എന്നുവെച്ചാ നമ്മുടെ ലിറ്റിൽ ഏഞ്ചലുകളിൽ കില്ലാടിയായിട്ടുള്ള അതായത് കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ തീരില്ല. സകലകല വല്ലഭ. ഡാൻസ്, മാർഷൽ ആർട്സ്, അതിപ്പം വെസ്റ്റേൺ ഡാൻസ്, അത് ഇത് പാട്ട്, എല്ലാം, അഭിനയം, മോഡലിംഗ്, നിറച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ അരവിന്ദ് ചേട്ടാ. ഹലോ. അയ്യോ, ഒരു കൊറിയൻ ഗേൾ അല്ലേ, ഒരു കൊറിയൻ ലുക്ക്, രസമുണ്ട് കാണാൻ. ബൊമ്മ മാതിരി തലയുടെ മുകളിലുള്ള സംഭവം അല്ലേ, ഒരു സ്റ്റാറും എല്ലാം, ആ ചെരുപ്പ് ഉൾപ്പെടെ. അതെ അതെ അതെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അതില്ലേ ഈ ഉടുപ്പില്ലേ, വെസ്റ്റേൺ ലേഡിയിലെ ചേച്ചിയാണ് തന്നത്. എവിടത്തെ കടയാ വെസ്റ്റേൺ ലേഡി? ഈ ഉടുപ്പ് എറണാകുളത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചാണോ? സൂപ്പർ, വളരെ വളരെ നല്ല രസമായിട്ടുണ്ട്. എന്ത് കളറാന്ന് പറയാൻ പറ്റുന്നില്ല, കൊറേ കളറുണ്ട്. അതെ, അപ്പൊ എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ഉടുപ്പ്. അത് പ്രത്യേകം പറയാതെ വയ്യ. അപ്പിയറൻസിന് 100 out of 100 ഓൾറെഡി. അതിനൊക്കെ മാർക്കുണ്ട് ഞങ്ങൾക്ക് അല്ലേ. എന്റെ സ്വന്തം മ്യൂസിക് സാറിനെ കണ്ടോ? സ്വന്തം മ്യൂസിക് സാറാണോ അത്? ഈ മ്യൂസിക് സാറിന്റെ കാര്യമാണ് അന്ന് പറഞ്ഞത്. ആ സാറിന്റെ പേരെന്താ? അജയ് സാർ. അജയ് സാർ. നമസ്കാരം. നമസ്കാരം. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അരങ്ങേറ്റം ഇവിടെ അമ്പലത്തില് അല്ലേ പാടിപ്പിക്കാൻ. കച്ചേരി, അത് തന്നെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോയി. അരവിന്ദ് എന്റെ അടുത്ത് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ചോദിക്കാണ്ടോ ടെസ്കുട്ടാ? അരവിന്ദങ്ങളിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഒന്നല്ലെങ്കിൽ അരവിന്ദ് ചേട്ടൻ, അല്ലെങ്കിൽ അരവിന്ദ് അങ്കിൾ. ഒന്ന് ഉറപ്പിക്കാം. അരവിന്ദ് ചേട്ടൻ. ഓക്കെ, അത് മതി. അരവിന്ദ് എണ്ണ ആദ്യമായിട്ടാ കാണുന്നത്. കണ്ടിട്ട് എന്ത് തോന്നി? പാവാണല്ലേ, കുഴപ്പമില്ല. ഇതിലാരാ പാവം കൂടുതൽ? ഏറ്റവും പാവം 3 പേരും. അല്ലല്ലേ, ഒരാളെ ഒരാളെ ഏറ്റവും പാവം. ഞാൻ കുറുമ്പനാന്ന് എനിക്കറിയാം. ആദ്യം തന്നെ ഒരു മിനിറ്റ്. പിങ്കി പിങ്കി പോങ്കി ഫാദർ ഹാസ് എ ഡോങ്കി, ഡോങ്കി ക്രൈഡ് ഫാദർ ക്രൈഡ്, പിങ്കി പിങ്കി പോങ്കി. ഞാനാണോ പാവം? മധുവാണ് ഏറ്റവും പാവം. പിന്നെ എന്തുണ്ട് വിശേഷം ടെസ് ബേബി? ഈ ഫ്ലവേഴ്സില്ലേ ഇപ്പൊ അടിപൊളി പാട്ടാ തന്നേക്കുന്നെ. ആണോ? ഏത് പാട്ടാ? തപ്പോ തപ്പോ തട്ടും പുറത്തൊരു മുട്ടനേൽ കുഞ്ഞ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ. ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ട് പോലെ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് പെട്ടെന്ന് പഠിച്ചോ? അത് പാടാൻ രസക്കുട്ടി വെയിറ്റിംഗ്. അതാണ് അധികം സംസാരിക്കുക. അതാണ് അതിങ്ങനെ അതിന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രസക്കുട്ടി ഡീറ്റെയിൽസ് പറഞ്ഞോ. വർഷം 2003. ഗിരീഷ് പുത്തഞ്ചേരി സാറ് ലിറിക്കിസ്റ്റ്. മ്യൂസിക് അപ്പച്ചൻ സാറ്. പച്ചൻ സാറ്. പിന്നെ സിംഗറ് ജയറാമംഗളും മോനും. മോന്റെ പേരെന്താ? കാളിദാസ്. സിനിമ എന്റെ വീട് അപ്പൂന്റെ. നല്ലോണം പാടണേ. തപ്പോ തപ്പോ തട്ടും പുറത്തൊരു മുട്ടനേലെ കുഞ്ഞ്, തപ്പോ തപ്പോ തട്ടും പുറത്തൊരു മുട്ടനേലെ കുഞ്ഞ്, ഒരു മുട്ടനേലെ കുഞ്ഞ്. അവൻ തട്ടണ മുട്ടണ താളം പിടിക്കണ തച്ചുവണിയണ തന്നാരം, തച്ചുവണിയണ തന്നാരം. താരനം തയ്യാരം
കലക്കേ. ടെസക്കുട്ടി എന്തോ കലക്കിയല്ലോ, താങ്ക് യു. ഉഗ്രനായിരുന്നു. ഇത് കൊറേ ഉണ്ടല്ലോ ഇതില് വരികള്. ആ അത് ഞാൻ എങ്ങനെ പഠിച്ചെന്നറിയാവോ? സൂത്രം ഞാൻ കാണിച്ചു എങ്ങനെ സൂത്രങ്ങൾ കാണിച്ചേ? ഇപ്പൊ കാണിച്ചു തരാം. ഉണ്ടോ എങ്ങനെ പെട്ടെന്ന് കാണിച്ചെന്നേ. ഇതില്ലേ, തപ്പോ തപ്പോ തട്ടുംപുറത്തൊരു മുട്ടനെലിക്കുഞ്ഞ്, അവൻ തട്ടണ മുട്ടണ താളം പിടിക്കണ വെച്ചു പണിയണ തന്നാരം. അടുത്ത് തപ്പോ തപ്പോ മേശപ്പുറത്ത് ഒരു കുഞ്ഞനെലിക്കുഞ്ഞ്, അവൻ ഞെക്കുമ്പോ വെബ്സൈറ്റിൽ ചാറ്റണം. ഞെട്ടണം പട്ടണം ചാറ്റിങ്. അടുത്ത് ആനച്ചാരച്ചാര കൊണ്ട വരമ്പത്ത് ചേനച്ചാരണ്ട നീയാണ്ട. വരമ്പ് അവിടെ, പിന്നെ ചേന അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ചേനച്ചാരണ്ട നീയാണ്ട. കുട്ടിക്കുറുമ്പുള്ള വട്ടം കുതിരിക്ക്, വട്ട് കളിച്ചോണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. കുട്ടിക്കുറുമ്പുള്ള വട്ടം കുതിരിക്ക് കൊമ്പ് കിളുത്തവൻ നീയാണ്ട. ഈ ചാച്ചിപ്പിറ്റിയോട് ചോദിച്ചപ്പോഴില്ലേ കൊമ്പ് വെക്കാൻ മറന്നുപോയേ. അടുത്ത് നാട്ടും പുറത്തുള്ള അമ്മേണി തങ്കച്ചി, നാണം ഗുണങ്ങണ എന്താണ്ട. മൂത്ത് മുരച്ച് നരച്ച് കിടക്കുമ്പോ ഓർത്ത് വരുന്ന ഒരു കല്യാണം. സ്വപ്നം പിന്നെ പോക്കിരി ചെക്കനെ ചത്തി മലത്തണ പീക്കിരി ചെക്കൻ ആരാണ്ട. മാക്രി അവിടെ താര തവളയില്ലേ, മാക്രി പിടിച്ച് മതിച്ച് നടക്കണം മടച്ചാരാണ്ട നീയാണ്ട. അടുത്ത് ഇത് ആനപ്പുറത്ത് വലിഞ്ഞു കയറണ കൂനൻ ഉറുമ്പ് നീ ആരാണ്ട. കൂനൻ ഉറുമ്പ് നീ ആരാണ്ട. കാലിന്റെ പകുതി ആ ഉറുമ്പ്. ഈസി ആയി കിട്ടണ ഫോറിൻ വിസ്കി ഊസി അടിക്കണം നീയാണ്ട. ഊസി അടിക്കണം നീയാണ്ട. അടുത്ത് സിക്സർ അടിക്കണം സിറ്റിക്ക് ഇറങ്ങണ. സെല്ലുല വാങ്ങി, ആ സൈക്കിളിന്റെ പേരാണ്. സെല്ലുല വാങ്ങി ഞെളിഞ്ഞോടാ. കുമ്പിട്ട് അപ്പുറത്തെ സൈഡില് കുമ്പിടുന്ന കണ്ടായിരുന്നോ? കുമ്പിട്ടതാ ഇങ്ങനെ കുമ്പിട്ട് കുമ്മി അടിക്കട കുട്ടി തേവാങ്ങിന്റെ മച്ചുനനെ, എന്റെ കുട്ടി തേവാങ്ങിന്റെ മച്ചുനനെ. എങ്ങനെയാന്നറിയോ? ഞാന് ഒരു ദിവസം 2 ദിവസമൊക്കെ ഉള്ളതെന്നെ പഠിക്കാനേ. എനിക്ക് ഫ്ലവേഴ്സിൽ പാട്ട് വന്ന സമയത്ത് എനിക്ക് അടുത്ത ഷാവർ ഫെസ്റ്റിന് എനിക്ക് ഡാൻസ് കളിക്കണായിരുന്നു, ലൈറ്റ് മ്യൂസിക് ഒക്കെ ചെയ്യണായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോണേ, വില്ലയിലും താമസിക്കുന്നില്ല. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഇത് എങ്ങനെങ്കിലും ഒന്ന് തീർക്കണോന്ന് അമ്മ പറഞ്ഞായിരുന്നേ. അപ്പം എനിക്കൊരു ഐഡിയ കിട്ടി. ഞാനോ എന്റെ സ്റ്റഡിയിങ് റൂമിൽ പോയിരുന്ന് ഞാൻ ഇങ്ങനെ വരച്ചു, എല്ലാം ഇങ്ങനെ വരച്ചു. അതുപോലെ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് പഠിച്ചു. അങ്ങനെ അമ്മ വന്നപ്പം പാട്ട് പാടുന്നു പറഞ്ഞപ്പോ ഞാൻ എല്ലാം നന്നായിട്ട് പാടിയേ. അപ്പൊ അമ്മ ചോദിച്ചു ഇത് എങ്ങനെ പെട്ടെന്ന് പഠിച്ചെന്നേ. അപ്പം ഞാൻ ഇത് വരച്ചത് കാണിച്ചു കൊടുത്തു. എനിക്കപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയേ. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ഐഡിയ കിട്ടി. അമ്മയ്ക്ക് ഇത് ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ച് പ്രിന്റ് എടുത്തിട്ട് നന്നായിട്ട് എനിക്ക് വേറൊരു പേപ്പറിൽ തന്നു. അങ്ങനെ ഇവിടെ ചെയ്തു തരാൻ മൊത്തം ടെക്കി ഫാമിലിയാണ്. ടാസ്ക് തന്നെ ഇത്. കൊള്ളാം, അടിപൊളി. ChatGPT കാരണം പാട്ടൊക്കെ ഭരതൻ സാറ് സിനിമ ഡയറക്ട് ചെയ്യണ പോലെയാണല്ലോ പാട്ടുകൂടി. വരച്ചിട്ടൊക്കെ ഭരതൻ സാറ് എല്ലാം ഇങ്ങനെ സീനുകളും വരച്ച്. അതെ, എനിക്കില്ലേ കുറച്ചൊരു ആഗ്രഹമുണ്ട്. അത് മധു സാറ് ഈ പാട്ടില് ഒരു 4 ലൈന് വന്ന് എന്റെ കൂടെ ജയറാമേട്ടനൊക്കെ അഭിനയിക്കുന്ന പോലെ അഭിനയിച്ച് ഒന്ന് പാടിത്തരാവോ? പാടാലോ, അതിനെന്താ. ജയറാമേട്ടനെ അഭിനയിക്കണ പോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്നെ പോലെ അഭിനയിച്ച് കാണിച്ചു തരാം. എവിടെയാ അഭിനയിച്ച് കാണിക്കുന്നത്? ആനപ്പുറത്തോട്ട് പടർന്നു, ആനപ്പുറത്ത് വലിഞ്ഞു കയറണ കൂനനുറുമ്പ് നീ ആരാണ്ട. ഇങ്ങനെയൊക്കെ കാണിക്കണല്ലേ? ഫുൾ എക്സ്പേർട്ടാ, ഞാൻ പറഞ്ഞില്ലേ വന്നാണ് അഭിനയൊക്കെ. ആനപ്പുറത്തു വലിഞ്ഞു കയറണ കൂനനുറുമ്പു നീ ആരാണ്ട, കൂനനുറുമ്പു നീ ആരാണ്ട. ഈസി ആയി കിട്ടണ ഫോറിൻ വിസ്കി ഊസി അടിക്കണ നീയാണ്ട, ഊസി അടിക്കണ നീയാണ്ട. അയ്യേ, നല്ല രസമുണ്ടായിരുന്നു. അതിനിടക്ക് മച്ചേട്ടനെ എടാന്ന് അത് കേട്ടോ. പാട്ടിൽ അങ്ങനെ നമ്മൾ പലതും പറയും. എടാന്ന് വിളിച്ച എന്തിനാ? മാഡം അതല്ലാതെ ഞാൻ സാറിനെ വിളിക്കൂല്ലേ?
സാധാരണ സാറിനെ വിളിക്കുള്ളേ പാട്ടിലായതുകൊണ്ടാ. അതെ അതെനിക്കറിയാലോ. ടെസ മാഡം അഭിനയിച്ച ശരിയായോ മാഡം? നല്ലായിരുന്നു. നന്നായിരുന്നു. താങ്ക് യു. ഈ കയ്യിലെന്താണ് മാഡം? മോതിരം. ഇതെന്ത് മോതിരാ? ഇതെന്ത് പുതിയതാണോ? പൂമ്പാറ്റയാ? പൂമ്പാറ്റയല്ല, കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഇത് സ്ട്രോബെറിയോ? ബോ അത് ബോവാണല്ലേ? ഓക്കെ. ടെസ മാഡം തലയില് സ്റ്റാർ. മധുക്കുട്ടിക്ക് അഭിനയത്തിൽ 100-ൽ എത്ര മാർക്ക്? കുട്ടിയോ? അതെ, ടെസ മാഡം കുട്ടൻ മധുക്കുട്ടന് അഭിനയത്തിൽ 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 100 കൊടുക്കും. 100 കൊടുക്കും. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. പാടിയതിനോ? മധുവങ്കിള് പാടിയത് അതിന് 1000 ഔട്ട് ഓഫ് 100. 100 എനിക്ക് വയ്യ. താങ്ക് യു. ടെസക്കുട്ടി നന്നായി പാടി കേട്ടോ. താങ്ക് യു. താളത്തിലായിരുന്നു, ഓൺ പോയിന്റ് ആയിരുന്നു എല്ലാം. താങ്ക് യു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു. നല്ല എന്റർടൈനിങ് പാട്ട്. അതാണ് ഈ പാട്ടിന്റെ അത് goal. എനിക്ക് അതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. മധുവങ്കിൾ ഇങ്ങനെ കാണിച്ചാ പെട്ടെന്ന് പഠിക്കും. ഇങ്ങനെ കാണിച്ചാ മതി, പെട്ടെന്ന് പഠിക്കും. ഇങ്ങനെ പഠിക്കുന്നു. അങ്ങനല്ല, ഇത്രയും സെക്കൻഡ് കൊണ്ട് പഠിക്കും. ഓ, ഇങ്ങനെ വേഗം പഠിക്കും. ഓ, അങ്ങനെ പഠിക്കുന്നു. പഠിക്കും. കാണാനും നല്ല രസമായിട്ട് ടെസക്കുട്ടി. ഈ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയണത്. അതെ. എന്ത് രസാന്ന് ഈ ഉടുപ്പ്. മൊത്തം കളർഫുള്ളാ. ദേ ഇത് കണ്ടാ? ആക്സസറീസ് ഉണ്ടല്ലോ. എനിക്ക് വയ്യ. മൊത്തം കളർ മയാണ്. തലയുടെ പുറകിലും അതെ ഇവിടെ ഓട്ടോമാറ്റിക് എടുത്തിട്ട് ചേനയുടെ ഒരു വരി ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു അത്? ആനച്ചാരച്ചാര കൊണ്ട വരുമ്പോ ചേനച്ചാരാണ് അത് മോഡുലേറ്റ് ചെയ്ത് പാടിയില്ലേ? എങ്ങനെയായിരുന്നു അത്? ശരിയാണല്ലോ. അതെങ്ങനെയായിരുന്നു? നീയോണ്ടോ ആ. ആനച്ചാരച്ചാര കൊണ്ട വരുമ്പത്ത് ചേനച്ചാരാരണ നീയാണ്ട ചേനച്ചാരാരണ നീയോണ്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കും അത് കേട്ടോ ടെസ് ഇഷ്ടപ്പെട്ടു. ബേബി. നല്ല രസമുണ്ടായിരുന്നു. അതെ അതെ അതന്നെ. അതെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. യെസ്, ഒരു രക്ഷയില്ല. അതെ. പിന്നെ ഈ ഫുൾ വരി ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് പഠിച്ചതിന് തന്നെ ഒരു വലിയ കൈയടി കേട്ടോ അതെ, നമ്മുടെ ടെസ കാര്യമല്ലേ? ബേബിക്ക്. അല്ലേ? വലിയ കാര്യം, വെരി വലിയ കാര്യം. ഒരു ഇന്റലിജന്റ് വരി പോലും അതൊക്കെ തെറ്റിയില്ലല്ലോ. സയന്റിസ്റ്റ് ആവാനുള്ള ലക്ഷണമാണ്. ലക്ഷണങ്ങളാണ് ചേട്ടാ ശരിക്കും. മധുവങ്കളുടെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മധുവങ്ങളുടെ പാട്ട് ഒത്തിരി അല്ല മധുവങ്കളുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? അത് ഞാൻ തന്നെയല്ലേ. ഞാൻ ടെസ ബേബിയുടെ കാര്യമാണ് പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഇത്രയും സൂപ്പറായി പാടിയ നമ്മുടെ ടെസ് കുട്ടിക്ക് വരട്ടെ ഒരു മധുര മഴ. ആനച്ചാരച്ചാര കൊണ്ട വരുമ്പത്ത് ചേനച്ചാരാരണ നീയോണ്ടോ ചേനച്ചാരാരണ നീയോണ്ടോ കുട്ടിക്കുറുമ്പുള്ള വട്ടം കുതിരയ്ക്ക് കൊമ്പ് കിളുത്തവൻ നീയാണ്ട കൊമ്പ് കിളുത്തവൻ നീ ആണ്ട ആരണം ചെയ്യാരം തക്കിടതിയാരം. താങ്ക് യു ടെസക്കുട്ടി. ചാച്ചാ. താങ്ക് യു. Good night. ഗുഡ് നൈറ്റ്. ബൈ ബൈ. മധുവങ്കിൾ, യെസ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു ചിരിക്കുടുക്കയാണ്. ചിരിക്കുടുക്ക വരുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാ. ഇന്ന് നമുക്കത് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആണ്. അതിനൊരു കാരണമുണ്ട്. അത് ആള് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ചോദിക്കാം. Yes. ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങുന്നല്ലോ. സുഖല്ലേ? ഉടുപ്പേരെ തിളക്കമുണ്ടല്ലോ. ഉടുപ്പേരെ തിളക്കമുണ്ടട്ടാ. നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. കൊള്ളാം. ഇത് അരവിന്ദായിട്ട് അറിഞ്ഞൂടല്ലോ ഇവരെന്താ ഇങ്ങനെ ചെയ്ത്. പെട്ടെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കിളി അടിച്ചോയെന്നാ ചേട്ടൻ ഓർത്ത്. എന്താന്ന് വെച്ചാ അവന് എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവളുടെ ചിരിക്കിടയെന്നത് കണ്ടുപിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കൊറേ ചിരിച്ചിട്ടാണ് ഇച്ചിരി വർത്താനം പറയുന്നത്. കണ്ടില്ലേ ചിരിക്കണ്ടില്ലേ? അതുകൊണ്ട് യു കണ്ടിന്യൂ. എന്താ പ്രത്യേകത? എന്താണ് പ്രത്യേകത? ഞാൻ പാടാൻ പോകുന്ന പാട്ട് എന്റെ ഫേവറേറ്റ് പാട്ടാ. എല്ലാവരും പക്ഷെ ഇന്ന് ഞാനത് പാടുമ്പോ കുറച്ചും കൂടി ഒരു ഇതുണ്ട്. എന്താ ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് എന്നറിയോ? മഴ പാടും കുളിരേ. ആ പാട്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. നല്ല പരിചയമുള്ള എനിക്ക് സാറ് ആണെന്ന് പറഞ്ഞ അറിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പം സാറാ വന്നേന്ന് പറയുമ്പോ ഞാനിങ്ങനെ അയ്യോ ഭയങ്കര സന്തോഷായി. അപ്പൊ ഇന്ന് തകർക്കും. അതാണ് ഒരു എക്സ്ട്രാ ഹാപ്പിനെസ്, ഒരു എക്സ്ട്രാ തിളക്കം, മൊത്തത്തിൽ ഒരു എക്സ്ട്രാ ചിരിയും. അപ്പൊ അരവിന്ദേ, അതെ, ഇതിന്റെ റെക്കോർഡിംഗ് വേള
അത് എങ്ങനെയായിരുന്നു? അത് നമുക്ക് അറിയാനായുള്ള ആഗ്രഹം. എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടാണ്. കാരണം എല്ലാ പ്ലേബാക്ക് സിംഗറിന്റെയും ഒരു സ്പെഷ്യൽ സോങ് ആണ്. ആദ്യത്തെ മേജർ ഹിറ്റ്. തീർച്ചയായിട്ടും. ഞാൻ 2011 ആദ്യത്തെ ഗാനം പാടുന്നത്, പിന്നണി ഗായകനായിട്ട് പാടുന്നത്. 2018 അത് ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ശ്രീനിവാസ് ചെയ്ത അതിലൊരു പാട്ട്, ഒരു പാട്ട് ഒരുപാട് കുയിലേ ദാസങ്കള് പാടിയത്. ചിറകിങ് വാനമിങ് പൂക്കളിങ് കിളികളെ. ഞാനും അദ്ദേഹത്തിന്റെ മോള് ശരണ്യയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡെബ്യൂ സോങ് ആയിരുന്നു. 2018 മഴ പാടും വരുന്നത്. 17 റെക്കോർഡ് ചെയ്ത് 18 റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ റെക്കോർഡിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട് പറയാൻ വേണ്ടിട്ട്. കാരണം ഒരു 6 മാസത്തെ പ്രോസസ് ആയിരുന്നു ഈ റെക്കോർഡിംഗ്. കാരണം ഈ പാട്ട് ഇവര് ഡിസൈഡ് ചെയ്തത് എന്നെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു. ദീപകേട്ടനും ജിസേട്ടനാണ്. അതെ, ജിസ് ജോയ് പുള്ളിയാണ് ഈ സിനിമയും ഈ പാട്ടും എഴുതിയും സംവിധാനം ചെയ്തത്. സിനിമ സംവിധാനം ചെയ്തത്. പാട്ടിന്റെ ലിറിസിസ്റ്റും ജിസേട്ടൻ തന്നെയാണ്. ജിസേട്ടൻ എന്റെ 1-2 ഈ കപ്പ ടിവിയിലത്തെ കവർ സോങ്സ് ഒക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കണം എന്നായിരുന്നു ഇവരുടെ. അപ്പൊ ആദ്യം ഇത് കൺസീവ് ചെയ്ത ഒരു സോളോ സോങ് ആയിട്ടായിരുന്നു. അപ്പൊ ഞാൻ ദീപകേട്ടൻ എന്നെ വിളിക്കുന്നു. അപ്പൊ ദീപകദേവന്റെ ഒരു പാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് അൾട്ടിമേറ്റ് ആണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കിട്ടുക എന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതുപോലെ സ്റ്റുഡിയോയില്, അദ്ദേഹത്തിന്റെ എറണാകുളത്തെ സ്റ്റുഡിയോയിൽ പോകുന്നു. അന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പാട്ടിന്റെ ട്യൂണ് ഇങ്ങനെയല്ല. ആ ട്യൂൺ ഞാൻ പിന്നെ പാടി കേൾപ്പിച്ചേരാം. ആ ട്യൂൺ ഇതല്ല. അപ്പൊ അത് ആൺകുട്ടി പാടിയതിനു ശേഷം ഞാൻ പാടി കേൾപ്പിച്ചേരാം. അപ്പൊ ഇതിന്റെ ലിറിക്സും വേറെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യം വന്നിട്ട് എന്നെ കൊണ്ട് മൂളിപ്പിച്ചു. അപ്പൊ എന്റെ കംഫർട്ടബിൾ സ്കെയിൽ ഇപ്പൊ ഡിയിലാണ് ഒറിജിനൽ സോങ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കമ്പോസ് ചെയ്തത് ഈ ഷാർപ്പിലോ എഫിലായിരുന്നു ആദ്യം. എനിക്ക് ഹൈ റേഞ്ച് എത്തില്ലായിരുന്നു. അപ്പൊ അതിലേക്ക് അരവിന്ദേ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് കുറയ്ക്കാം എന്ന് പറഞ്ഞു എന്റെ വോയിസിന് സൂട്ട് ചെയ്യുന്ന രീതിയിലാണ് സോങ് കമ്പോസ് ചെയ്തത്. അപ്പൊ അതെനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. സാധാരണ എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഞാൻ പോയി പാടുന്നത്. ഇൻസ്ട്രുമെന്റേഷൻ എല്ലാം കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. എല്ലാം സെറ്റാണ്, പിന്നെയാണ് നമ്മൾ പോയി പാടുന്നത്. ഇത് പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 3-4 മാസം സൈലൻസ് ആണ്. അപ്പൊ ഞാൻ മാറ്റി കാണും, ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഇല്ല ഷൂട്ടിംഗ് കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അവര് വിചാരിച്ചു പാട്ടിന്റെ വിഷ്വൽസ് ചെറുതായിട്ട് മാറി. അപ്പൊ പാട്ടിന്റെ ട്യൂണും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ട്യൂൺ മാറി. രണ്ടാമത് പോയി പാടുമ്പോഴാണ് ഈ ട്യൂൺ ആവുന്നത്. അപ്പൊ പാടുമ്പോഴും സോളോ സോങ് ആണ്. മൂന്നാമത് വീണ്ടും പോയി പാടുമ്പോ ഒന്ന് ലിറിക്സ് ചേഞ്ച്, 2-3 സ്ഥലത്ത് ലിറിക്സ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റി പാടണമായിരുന്നു. അന്ന് പോകുമ്പോഴാണ് അത് അപർണയാണ് എന്റെ കൂടെ പാടുന്നത്. അപ്പൊ ഈ പാട്ടിന്റെ എനിക്ക് തോന്നുന്നു പ്രോമോ ആയിട്ട്, ഈ പടത്തിന്റെ പ്രോമോ ആയിട്ട് ആദ്യം റിലീസ് ചെയ്ത ഈ പാട്ടാ. അപ്പൊ ആ പാട്ടിൽ ഞാനും അപർണയും പാടുന്നതായിട്ടുണ്ട്. അപ്പൊ അന്നാണ് ഞാൻ അറിയുന്നത് അപർണയാണ് എന്റെ ഡുവറ്റ് പാടുന്നത്. അന്നാണ് അപർണ ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് അപർണ റെക്കോർഡ് ചെയ്യുന്നതും. എന്റെ ലിറിക്കൽ ചേഞ്ചും അപർണ ഫുൾ സോങ്ങും റെക്കോർഡ് ചെയ്യുന്ന അന്നാണ്. അത് പാട്ടിന്റെ രൂപം, ഭാവമൊക്കെ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷൂട്ട് ചെയ്യാൻ വന്നത്, ഈ പാട്ടിന്റെ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകൻ ജിത്തിനാണ്. ക്യാമറ ആയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വരുന്നത്. സോ ഐ ഹാവ് ടു all thanks to Deepak and Jisayatan. Yes. എന്റെ ഒരു ഫസ്റ്റ് മേജർ ഒരു മൈൽ സ്റ്റോൺ ആണ് എനിക്ക്. ദീപു എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സംഗീത സംവിധായകൻ, ഗായകൻ എന്നുള്ള രീതിയിലല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ഇവിടെ കുറെ നാൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതെ, നമുക്കെല്ലാം വളരെ മീനുട്ടിയുടെ ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോ എന്തായാലും ഈ പാട്ട് എനിക്കും വളരെ ഇഷ്ടമാണ്. ഈ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാനും ഫാനായത്. ഓക്കെ. അപ്പോ 2017 ഈ പാട്ട് പാടി അത് ഹിറ്റായി നമ്മുടെ അരവിന്ദേട്ടൻ. അപ്പൊ ഇത് ഇന്ന് നമ്മുടെ ആമണിക്കുട്ടി പാടി ഇതും ഹിറ്റാവട്ടെ. വീണ്ടും ആ പാട്ട് വീണ്ടും കൂടി ഹിറ്റാവട്ടെ. അതിനെക്കാട്ടിലും ആമണിക്കുട്ടി ഹിറ്റാവട്ടെ, വൈറലാവട്ടെ. നന്നായിട്ട് പാടി കഴിഞ്ഞാൽ അരവിന്ദേട്ടൻ അവിടെ ഒന്ന് കൂടെ ഒന്ന് 2 അതെ പാടില്ലേ അരവിന്ദേ? പാടും, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നു, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെങ്ങോ, കണ്ണിൽ കണ്ണിൽ കണ്ണിലെ പേരിൽ താമരപ്പൂ വിരിഞ്ഞോ, തീരാ നോവിൻ ഈണങ്ങൾ കണ്ണീർ കവിതകളായലഞ്ഞോ.
വന്നതാരു ഇവളു തെന്നലായി താണലായി ഇനിയാരു ഇവനോ അറിയാതൊരു മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകി തന്നെയായി നാം മഴ പാടും കുളിരായി വന്നതാരു ഇവളു തെന്നലായി തണലായി ഇനിയാരു ഇവനോ. സൂപ്പർ സൂപ്പർ അടിപൊളി. ആവണിക്കുട്ടി എന്തോ ചേച്ചി നമ്മൾ പാട്ട് പാടിയ ആളെ എണീപ്പിച്ച് നിർത്തി. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അരവിന്ദേട്ടാ എങ്ങനെയുണ്ടായി? ആവണിക്കുട്ടി എന്തോ സാർ എക്സ്ട്രീംലി ഗുഡ്, എക്സ്ട്രീംലി. കൂടെ വന്നു ശ്രുതി എവിടെയും പോയില്ല. അയ്യോ Yes. താങ്ക് യു. എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ അടുത്ത് ഇതേപോലെ ദീപകേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാ. അറിയാതോ അത് പാടണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അറിയാതൊരോമൽ അങ്ങനെ മതി. രണ്ടാമത്തെ ഒരേ കാര്യം കയ്യെത്തും, അത് മൈക്ക് പ്ലേസ്മെന്റ് ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. കയ്യെത്തും തേൻ കനിയാ. അതെ. ആ ഡൈനാമിക്സ് അത് മൈക്ക് പ്ലേസ്മെന്റിലൂടെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഇത് 2 മാത്രമേ ഉള്ളൂ. വേറെ പിച്ച് പെർഫെക്റ്റ്, പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു. ആവണിക്കുട്ടി എന്തോ ചേച്ചി ഇതിന്റെ അപ്പുറം എന്ത് വേണം? ഏ? ഇന്ന് ഡയറിയിൽ 100 എഴുതിയിട്ടല്ലേ വന്നേ, അതെ. അല്ലേ? പിന്നെ ഇന്ന് ഒരു എക്സ്ട്രാ കാര്യം കൂടെ എഴുതണം. അതായത് ഇത് അരവിന്ദേട്ടന്റെ മുന്നിലാണ് പാടിയത്. പാടിയിട്ട് ഇങ്ങനെ കമന്റ്സ് പറഞ്ഞു, ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നും കൂടെ ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. മറക്കരുത്, എഴുതി വെക്കണം കേട്ടോ. വീട്ടിക്ക് താങ്ക് യു ചേച്ചി. എനിക്ക് നല്ലൊരു കാര്യമായില്ലേ? അതൊക്കെ ഇങ്ങനെ നല്ലൊരു കാര്യം. മിടുക്കിയായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നുന്നു ആവണിക്കുട്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. No doubt, no എനിക്ക് doubt. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ സ്നേഹം ആ പാട്ടിൽ അറിഞ്ഞു മുഴുവൻ പാടിയല്ലേ? ഉണ്ടായിരുന്നല്ലേ? എനിക്ക് ശരിക്കും ഗൂസ് ബംസ് വന്നു. ആ അനുപല്ലവിയിലും ചരണത്തിലും ആ 2 ഭാഗങ്ങളില് അതെ, അതെ. അവിടെ എനിക്ക് ഇങ്ങനെ ഹൈ പിച്ചിൽ നിർത്തിയ ഹൈ നിർത്തിയപ്പോ കറക്റ്റ് ഓൺ നോട്ട് പിച്ചൊന്നും മാറാതെ അതെ, അതെ. സ്ട്രെയിറ്റ് അങ്ങനെ അങ്ങ് നിർത്തിയപ്പോഴില്ലേ എനിക്ക് ഗൂസ് ബംസ് വന്നു ആവണിക്കുട്ടി. താങ്ക് യു ചേച്ചി. വാനവില്ലോലം പുഞ്ചിരിയായി അരികത്തെ തിരി പോലെ തേനൂറും പൂ പോലെ മായാത്ത പൗർണമിയായി. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നു. അപ്പൊ തന്നെ ഞാനിങ്ങനെ ഇതിന്റെ അപ്പുറം എന്താണ് വേണ്ടത്? മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കറക്റ്റ് റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് പാട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ വെരി ലക്കി. ഇന്ന് ആവണിക്കുട്ടി ഭയങ്കര ലക്കിയാണ് ഇന്ന് ചേട്ടന്റെ മുന്നിൽ വെച്ചിട്ടാണ് പാട്ട് ഐ പാടി. എം എക്സ്ട്രീംലി ലക്കി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയില് എന്റെ പാട്ട് ഒരു കണ്ടസ്റ്റന്റ് പെർഫോം ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ആൻഡ് കോയിൻസിഡന്റ്ലി ഞാൻ ഇവിടെ ഇപ്പുറത്തെ സൈഡിലുണ്ട് നേരിട്ട് കാണാൻ. സോ വിറ്റ്നസ് ചെയ്യാനുണ്ട് അതെ, അല്ലേ? അതാണ് മോനെ കേട്ടോ. റിയലി സംതിങ്. എനിക്ക് വളരെ സ്പെഷ്യൽ ആണ്. അയ്യോ, thank you. അപ്പൊ ആവണിക്കുട്ടി എന്തോ സാർ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഒന്നും പറയാനില്ല. താങ്ക് യു ഞാൻ സാർ. പേനക്കായ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. എന്തിനാണ് ഈ Okay. സാധനം? അതെ, എന്തിനാണ്? ഇങ്ങനെയൊക്കെ പാടുമ്പോൾ എന്തിനാണ് ഈ സാധനം തോന്നിപ്പോവാണ്. ഏഴഴകോടെ ചേലണിയാൻ കിന്നാരം ചൊല്ലാനും കാരത്ത് ചായാനും അയ്യത്തും തേൻകണിയാൻ. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. പാടിയത് ഇപ്പൊ നമ്മുടെ അരവിന്ദ് പറഞ്ഞ പോലെ അരവിന്ദ് തന്നെ അത് സമ്മതിച്ചല്ലോ. എഴുന്നേറ്റ് നിന്നില്ലേ? പിന്നെ പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു, വളരെ ശരിയാണ്. താങ്ക് യു സാർ. ഓക്കെ, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം ഒരു അവസാനം വരെ വളരെ വളരെ മനോഹരമായിട്ട് പാടി. അപ്പോ ഹൈ പിച്ച് പാടിയ ഭാഗം ഇവിടെ ഗൂസ് ബംസ് ഉണ്ടായി എന്ന് പറഞ്ഞു. Yes. അതുപോലെ തന്നെ ഗൂസ് ബംസിന്റെ അത്ര ആയില്ലെങ്കിലും എനിക്കങ്ങനെ അങ്ങനെ ഈസി ആയിട്ട് ഗൂസ് ബംസ് വരാറില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വല്ല ഒരു പ്രശ്നമുണ്ട്, ഈ പോളിസ്റ്റർ തുണിയിലേക്ക് ഇങ്ങനെ മാന്തൂല്ലേ,
ഇനി പാടാൻ കയറും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പൊ ചിലപ്പോ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ചില അത് ഓരോരുത്തർക്കും പ്രത്യേക രീതിയിലായിരിക്കും. എന്റെ വൈഫ് ദിവ്യക്ക് അത് ഈ ചട്ടിയില് ഈ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ അത് ഇഷ്ടമല്ല. ഇങ്ങനെ എർത്തടിക്കുന്ന പോലെ ഫീൽ. അങ്ങനെ ചിലവർക്ക് ചില കാര്യങ്ങളുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ ഇതുപോലെ എനിക്ക് അത്രയും ഗൂസ്പംസ് വന്നില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമായി. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, ഇത് ടോപ്പ് ബാൻഡും സൂപ്പർ ആയിരുന്നു, കലക്കി. അതുപോലെ തന്നെ ഇതുപോലെ ഗ്രൂമേഴ്സ് ഒക്കെ ഇതുപോലെ കോറസ് നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്യണം. അത് ശരിക്കും ഇവരൊക്കെ സത്യത്തിൽ അവരൊക്കെ ആരാന്നറിയാമോ? അല്ല, അവരൊക്കെ എങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അവരൊക്കെ ഭാവിയിൽ എന്നല്ല, ഇപ്പൊ തന്നെ അവര് തിളങ്ങുന്ന ആൾക്കാരാണ്. സിനിമകളിലൊക്കെ പാടി പ്ലേബാക്ക് സിംഗേഴ്സ് ആണ്. ഇപ്പൊ ഈ കോറസ് പാടിയത് വല്ല അറിഞ്ഞ ഇതൊക്കെ വല്ല അറിയണ്ട. അപ്പൊ എന്തായാലും ആ ചേട്ടന്മാർക്ക് താങ്ക്സ് ഒക്കെ പറയണത് കഴിഞ്ഞിട്ട് പോകുമ്പോ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും കലക്കി. അല്ല, ആവണിക്കുട്ടി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അനുപല്ലവിയും ചരണത്തിനൊക്കെ മുന്നേ മറ്റേ ഇതുണ്ടാവില്ലേ, ഇന്റർലൂഡ് ഉണ്ടാവില്ലേ, ആ സമയത്ത് എന്താ ഈ പെരുവിർത്തോണ്ടിരിക്കുന്നത്? പ്രാർത്ഥന ഗുരുവായൂരപ്പ അടുത്ത് ആണോ? എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ വിചാരിച്ചത് അടുത്ത വഴി പറഞ്ഞു നോക്കുകയാണ്. അല്ല, അത് മനസ്സിൽ പറഞ്ഞു വെക്കും. എന്നിട്ട് അതിന് മുമ്പ് തുടങ്ങുന്നതിന് ഒരു ഇത് മുമ്പ് ഞാൻ വേരപ്പ അനുവല്യം കൊണ്ട് കത്താക്കണേ എന്റെ അതിന്റെ ചേർന്ന് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഗുരുവായൂരപ്പ. അപ്പൊ നമുക്കിനി കഥയിലേക്ക് കിടക്കാം. നമ്മുടെ കഥ തുടരുന്നു. നേരത്തെ അരവിന്ദ് പറഞ്ഞില്ലേ ഇതിന്റെ ആദ്യത്തെ ട്യൂൺ, അത് നമുക്കൊന്ന് കേൾക്കാം. ഇതിന്റെ ആദ്യത്തെ ട്യൂൺ മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ തിന്നലായി തണലായി ഇനിയാരോ ഇവളോ അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നീരമാകെ തന്നെയായി നാം മഴ പാടും കുളിരായി വന്നതാരും ഇവളോ അങ്ങനെയായി മാറിയത്. അല്ല, അപ്പൊ ലിറിക്സും വ്യത്യാസമായിരുന്നില്ലേ ആ സമയത്ത്? സെക്കൻഡ് ലിറിക്സ് സെയിം ആയിരുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻസ് ആണ് ലിറിക്സ് ട്യൂൺ. ഈ ട്യൂൺ കേൾക്കാനും നല്ല രസമുണ്ട്. നല്ല ട്യൂണായിരുന്നു. ഞാൻ മറക്കില്ല, കാരണം ദീപേട്ടനെ ഞാൻ ആദ്യം പാടുന്ന ട്യൂൺ ഇതാണ്. ഞാനിത് മറക്കുകയില്ല. ഈ ട്യൂൺ എന്തായാലും കൊള്ളാം. ഉഗ്രൻ നല്ല മെലഡിയാണ് അല്ലേ? ഇനി അരവിന്ദേട്ടൻ നമ്മൾ നേരത്തെ മതങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, നന്നായി പാടുകയാണെങ്കിൽ അരവിന്ദേട്ടൻ ഒന്ന് സ്റ്റേജിൽ വന്നിട്ട് രണ്ടുപേര് പാടിത്തരോ? യെസ്, തീർച്ചയായിട്ടും ഒരുമിച്ച് പാടാം. ആദ്യത്തെ കോഴ്സ് ഞാൻ തന്നെ പാടാം, എന്നിട്ട് ആദ്യത്തെ ലൈൻ നമുക്ക് ബാക്ക് ടു ബാക്ക് മാറ്റി വെക്കാം. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം അരവിന്ദേട്ടാ. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നോ, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെങ്ങോ, കണ്ണിൽ കണ്ണിലെ തേരിൽ താമരപ്പൂ വിരിഞ്ഞോ, തീരാമോവിൻ നീളങ്ങൾ കണ്ണീർ കവിതകളായലഞ്ഞോ, മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ തിന്നലായി തണലായി ഇനിയാരോ ഇവനോ അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ തിന്നലായി തണലായി ഇനിയാരോ ഇവനോ. സൂപ്പർ സൂപ്പർ. അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് അരവിന്ദ് തന്നെ കൂടെ കൊടുത്തേക്ക്. ഞാൻ തരട്ടെ. ആവണിക്കുട്ടി, ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചതിന് ഞങ്ങൾ തീരുമാനിച്ചു ആവണിക്കുട്ടിക്ക് കുറച്ച് കുറവാണ്, എന്നാലും ഒരു 100 തരാന്ന് വിചാരിച്ചു. മാത്രമല്ല എന്റെ വക ഒരു 3 സ്റ്റാറും കൂടെ. അപ്പോ
ആവണിക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നതായിട്ടുള്ളത് ഇറ്റ് ഈസ് 100 ഔട്ട് ഓഫ് 100. പോരട്ടെ ഒരു മധുര പെരുമഴ. മഴപാടും കുളിരായി വന്നതാരു ഇവളു തെന്നലായി തണലായി ഇനിയാരു ഇവളു. എന്തായാലും ഞാൻ ഈ ഉടുപ്പിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഉടുപ്പ് അടിപൊളിയായിട്ടുണ്ട്. തഞ്ചാവൂർ പെയിന്റിംഗ് പോലെയുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പറയേണ്ട കാര്യമില്ല, എന്നാലും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ആവണിക്കുട്ടിയാണ്. വെരി ഗുഡ്. മിടുക്കി. ഇത് തരാനായിട്ട് ഇതിൽ കൂടുതൽ ആപ്റ്റ് ആയിട്ട് ഒരാളെ അതെ. നമുക്ക് ഇനി ഇവിടെ അതെ, അതെ. കിട്ടാനില്ല അതെ. ചേട്ടാ. യെസ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ആവണിക്കുട്ട. അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ വരണേ. ബൈ. സീ യു. അടുത്ത പെർഫോമൻസ് അടുത്ത 100. അത്രേ ഉള്ളൂ. യെസ്. 100 വിട്ട് ഇനി കളിയില്ല. ഇല്ല ഇല്ല ഇല്ല